ഒരു 10 മാസത്തിന് മുകളിൽ ഈ മൈസൂർ പോയി വരുന്ന ആൾക്കാർ മുഴുവൻ വണ്ടി നിർത്തുക, കട്ടി എഴുതും. പിന്നെ ഇത് വേഗം പിടിക്കും. നമ്മളില്ലാതെ നമുക്ക് ഇങ്ങനെ വട്ടം പിടിക്കും. ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ നമ്പിക്കൊല്ലിയിൽ തന്നെയാണ്. നമ്പിക്കൊല്ലിയിൽ നമ്മൾ സ്ഥിരമായിട്ട് നടക്കുമ്പോൾ കാണുന്ന ഒരു കാഴ്ചയാണ് ബോഗൻവില്ലയൊക്കെ ഈ മഴക്കാലത്ത് ഇങ്ങനെ ഫ്ലവർ ചെയ്ത് നിൽക്കുന്നുണ്ടോ. അതായത് വലിയ ഹൈബ്രിഡോ കാര്യങ്ങളോ ഒന്നുമല്ല, പക്ഷേ ഫുൾ ടൈം ഫ്ലവർ ഉണ്ടാവുന്നുള്ളത്. ഒരു 8 മാസത്തോളം ഫ്ലവർ ചെയ്യുന്ന ബോഗൻവില്ല എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? വെറൈറ്റികളുടെ പുറകെ പോയാലും അത്യാവശ്യം നല്ല ബ്ലൂംസ് ഉണ്ടാവും, അത്യാവശ്യം നല്ല കളറാണ്. ഇതുകൊണ്ട് ഇതുപോലെ തന്നെ റാണി പിങ്ക് എന്ന് പറഞ്ഞ കളറുണ്ട്. പക്ഷേ ഈ ഒരു ഷേപ്പ് വ്യത്യാസമുണ്ട്. മറ്റേത് വേറെ ടൈപ്പാണ്. ഇതിൻ്റെ കറക്റ്റുള്ള പ്രൊണൗൺസിയേഷനോ പേരോ എനിക്കറിയില്ല. അറിയുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും ഇത്തരം വെറൈറ്റികൾ ഇഷ്ടമാണെങ്കിലും കമൻറ്റ് ചെയ്യുക. ഇത്രയൊക്കെ പറഞ്ഞ ഈ പ്ലാന്റ് ആരുടേതാണെന്ന് അറിയണ്ടേ? നമ്മുടെ കുഞ്ഞുമഞ്ചേട്ടൻ്റെയാണ്. നമ്മുടെ സ്ഥിരം വീഡിയോ ചെയ്ത് എത്ര കാലം ഫ്ലവർ ഉണ്ടാവും ചേട്ടത്തിൽ? ഇതിനകത്ത് എനിക്ക് തോന്നുന്ന ഒരു 10 മാസത്തിന് മുകളിൽ ഇതിനകത്ത് പോയി എപ്പോഴും നിറം എല്ലാ ടൈപ്പും കാണുന്ന ഈ റോഡ് സൈഡിലായതുകൊണ്ടേ ഇതിങ്ങനെ ഫ്ലവർ ചെയ്ത് നിൽക്കുമ്പോൾ, ഈ മഴക്കാലം നിൽക്കുമ്പോൾ എങ്ങനെയുണ്ട് ആൾക്കാരുടെ ഒരു എന്താ ഭയങ്കര. ഈ മൈസൂർ പോയി വരുന്ന ആൾക്കാർ മുഴുവൻ വണ്ടി നിർത്തുക, കട്ടി എഴുതുകൊണ്ട് പോവുക. ചോദിക്കും, നമ്മളെടുത്ത് കൊടുക്കും കട്ട് ചെയ്ത് പിടിക്കുന്നുണ്ട് അല്ലേ? പിന്നെ ഇത് വേഗം പിടിക്കും. പിന്നെ മുള്ളും കുറവാണ്. ഏറ്റവും മുള്ളില്ലാതെ നമുക്ക് ഇങ്ങനെ വട്ടം പിടിക്കാം. അപ്പോൾ മുള്ളു കുറവുള്ള വെറൈറ്റിയാണ്, കുഴപ്പമില്ലാത്തൊരു വെറൈറ്റിയാണ്, നല്ല ഫ്ലവർ ഉണ്ടാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇതേപോലുള്ള പ്ലാന്റുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതുപോലുള്ള പ്ലാന്റുകൾ വളർത്തുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റോടെ അറിയിക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ ഫ്രം ഗ്രീൻ ഹെവൻ. ബൈ. നമ്പിക്കൊല്ലിയിൽ സിടത്തിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയുടെ വീട്ടിൽ തന്നെയാണ്